ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ജിയോഗ്രഫിയാണ്. ക്ലാസ് 9th ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യ സൈസ് ആൻഡ് ലൊക്കേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് ഇൻട്രൊഡക്ഷൻ വായിക്കാം. ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ആൻഷ്യൻറ്റ് സിവിലൈസേഷൻ ഇൻ ദി വേൾഡ്. It has achieved multi-phase socio-economic progress during the last 5 decades. It has moved forward, displaying remarkable progress in the field of agriculture, industry, technology, and overall economic development. India has also contributed significantly to the making of the world history. നമുക്കറിയാം, ഇന്ത്യ ഒരു പഴയ ഒരു സിവിലൈസേഷനാണ്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുമാതിരി നമ്മൾ വേരിയസ് ഫീൽഡുകളിൽ അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലും ടെക്നോളജിയിലും ഒക്കെ നമ്മുടെ എക്കോണമി വളരെയധികം ഫോർവേഡാണ്. പിന്നെ അതേമാതിരി ലോകത്തിൻ്റെ ഹിസ്റ്ററിയിലോട്ട് ഇന്ത്യ വളരെയധികം കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന് വെച്ചെങ്കിൽ അതിൽ നമുക്ക് ലൊക്കേഷൻ ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൊക്കേഷൻ, പിന്നെ സൈസ്, പിന്നെ ഇന്ത്യ ആൻഡ് ദ വേൾഡ്, പിന്നെ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ്. ഇത്രേ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. First നമ്മൾ പഠിക്കുക ഇന്ത്യ ഈസ് എ വാസ്റ്റ് കൺട്രി ലൈക്ക് എൻറ്റയർലി ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. സോ വാട്ട് ഈസ് നോർത്തേൺ ഹെമിസ്ഫിയർ? നമ്മുടെ ഗ്ലോബിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ പ്രൈം മെറിഡിയൻ നമ്മുടെ ഇക്വേറ്റർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ മുകളിലത്തെ പോർഷനാണ് നോർത്തും അടിയിലത്തെ പോർഷനാണ് സൗത്തും. ഈ ഇക്വേറ്ററിൻ്റെ നോർത്തേൺ പോർഷനാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇക്വേറ്ററിൻ്റെ അടിയിലുള്ള പോർഷനാണ് സദേൺ ഹെമിസ്ഫിയർ. സോ ഈ ഇക്വേറ്ററിൻ്റെ മുകളിലാണ് ഇന്ത്യൻ്റെ ഫുൾ ലാൻഡ് മാസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. പിന്നെ നമ്മൾ ഇന്ത്യേൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒരു അറ്റം തൊട്ടിട്ട് മറ്റേ അറ്റം തൊട്ടിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അത് ഏറ്റവും ലോങ്ങസ്റ്റ് ലൈനായിരിക്കും. ആ ലോങ്ങസ്റ്റ് ലൈനും പിന്നെ അതേമാതിരി വെസ്റ്റ് തൊട്ടിട്ട് ഈസ്റ്റ് കൊണ്ട് ഒരു ലൈനും ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഏറ്റവും എൻഡ് മോസ്റ്റ് പോയിൻറ്റിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡുമാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ദ മെയിൻ ലാൻഡ് എക്സ്റ്റെൻഡ്സ് ബിറ്റ്വീൻ ലാറ്റിറ്റ്യൂഡ് 8 degree 4 minutes north and 37 degree 6 minutes north and longitudes 68 degree 7 minutes east and 67 degree 25 minutes east. അപ്പോൾ എന്താണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്? ഈ ഇക്വേറ്ററിന് പാരലായിട്ട് പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുക. അതേമാതിരി പ്രൈം മെറിഡിയൻ അറിയില്ലേ? പ്രൈം മെറിഡിയൻ്റെ മാതിരി ഇങ്ങനെ കേർവ് ചെയ്ത് നമ്മുടെ ഗ്ലോബിന് ചുറ്റും പോകുന്നതിനാണ് പറയുക ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടലായിരിക്കും, ലോഞ്ചിറ്റ്യൂഡ് കുറച്ചും കൂടി വെർട്ടിക്കലാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് 8 degree 4 minutes അത് സൗത്തിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇതിൽ പറയുന്നത് നോർത്ത് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഫുൾ ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെന്ന് പറഞ്ഞു, അത് കാരണമാണ് നോർത്ത് എന്ന് പറയുന്നത്. 8 degree 4 minutes നോർത്താണ് ഒരു എൻഡ് പോയിൻറ്റും, പിന്നെ ഏറ്റവും ടോപ്പിൽ എൻഡ് പോയിൻറ്റും 37 degree 6 minutes നോർത്താണ്. അതേമാതിരി ലോഞ്ചിറ്റ്യൂഡ് നോക്കുക. ലോഞ്ചിറ്റ്യൂഡ് പറയില്ലേ 68 degree 7 minutes and 97 degree 25 minutes. അതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്. അത് കഴിഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 degree 30 minutes north divides the country into almost 2 equal parts. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്താണ്? നമ്മുടെ ഗ്ലോബിനെ നമ്മൾ ഇക്വേറ്ററിൻ്റെ അവിടുന്ന് 23 degree 5 minutes നോർത്ത് വേണമെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ടാവും. അതേമാതിരി അതിൻ്റെ അടിയിൽ 23 degree 5 minutes സൗത്തിലാണെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഉണ്ടാവും. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ടല്ലോ, ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മുടെ കൺട്രിയിലൂടെയാണ് പോകുന്നത്. കണ്ടോ, ഇതിലൂടെ പോകുന്നത്. അപ്പം നമ്മൾ ആ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മുടെ കൺട്രീനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു ഫീച്ചറാണ് നമ്മുടെ കൺട്രീൻ്റെ. The southeast and southwest to the mainland lie Andaman and Nicobar Islands and Lakshadweep Islands in the Bay of Bengal and southern and Arabian Sea respectively. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലോട്ടാണ് നമ്മുടെ ഒരു പകുതി ഓഫ് ദ ഇന്ത്യ
ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ ഓഷ്യനിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബേ ഓഫ് ബംഗാളായിട്ടും ഈസ്റ്റിലോട്ടുള്ളത് ബേ ഓഫ് ബംഗാളും വെസ്റ്റിലോട്ടുള്ളത് അറേബ്യൻ സീയും. ഈസ്റ്റിലോട്ടുള്ള ബേ ഓഫ് ബംഗാളിലാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഉള്ളതും. അതേമാതിരി വെസ്റ്റിലോട്ടുള്ള അറേബ്യൻ സീയിലാണ് ലക്ഷദ്വീപ് ഐലൻഡ് ഉള്ളത്. ഈ 2 ഐലൻഡും ഇന്ത്യൻ്റെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞു. ലൊക്കേഷനിൽ നമ്മൾ ഏത് ഹെമിസ്ഫിയറിലായിരിക്കുന്നതെന്ന് പറഞ്ഞു, നമ്മൾ അതിൻ്റെ കോർഡിനേറ്റ്സ് പറഞ്ഞു, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡ്സും പറഞ്ഞു, ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മുടെ ഇന്ത്യയിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഐലൻഡ്സിൻ്റെ നമ്മൾ ഏതൊക്കെ ഐലൻഡ്സ് ഏതൊക്കെ സീലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നതാണ് സൈസ്. ദ ലാൻഡ് മാസ് of India has an area of 3.28 million square kilometers. ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് മാസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. ഇന്ത്യസ് ടോട്ടൽ ഏരിയ അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 2.4% ഓഫ് ദ ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഇൻ ദ വേൾഡ്. ഈ ലോകത്തുള്ള എല്ലാ ലാൻഡിനെയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലത്തെ 2.4% ഓഫ് ലാൻഡ് ഇന്ത്യയിലുണ്ട്. Okay, it is clear that India is the 7th largest country of the world. ഏഴാമത്തെ ഏറ്റവും വലിയ കൺട്രിയാണ് ഇന്ത്യ. ഇന്ത്യ ഹാസ് എ ലാൻഡ് ബൗണ്ടറി ഓഫ് 15,200 കിലോമീറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ലാൻഡ് ബൗണ്ടറി. നമ്മൾ ലാൻഡായിട്ട് നമ്മുടെ ബാക്കി കൺട്രി ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ലാൻഡ് ബൗണ്ടറി എന്ന് പറയുക. അപ്പോൾ ഇന്ത്യൻ്റെ ഹാഫ് ലാൻഡ് ബൗണ്ടറിയും ഹാഫ് കോസ്റ്റൽ ലൈനുമാണ്, കാരണം ഹാഫ് സീലോട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാൻഡ് ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15,200 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കോസ്റ്റ് ലൈൻ, ഇതാണ് നമ്മുടെ കോസ്റ്റ് ലൈൻ. കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻക്ലൂഡിങ് നമ്മുടെ ലക്ഷദ്വീപിൻ്റെ കോസ്റ്റ് ലൈനും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ കോസ്റ്റ് ലൈനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7,516.6 കിലോമീറ്റേഴ്സാണുള്ളത്. ഓക്കെ, ഇന്ത്യ ഈസ് ബൗണ്ടഡ് ബൈ എ യങ് ഫോൾഡ് ഓഫ് മൗണ്ടെയിൻ ഇൻ ദി നോർത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ്. മനസ്സിലായോ? നമ്മുടെ നോർത്തിൽ ആൻഡ് നോർത്ത് വെസ്റ്റിലും നോർത്ത് ഈസ്റ്റിലും നമുക്കറിയാം ഒരു യങ് ഫോൾഡ് ഓഫ് മൗണ്ടെയ്ൻസ്. ആ യങ് ഫോൾഡ് ഓഫ് മൗണ്ടെയ്ൻസ് അവർ ഉദ്ദേശിക്കുന്നത് ഹിമാലയാസ് ആണ് നമ്മുടെ നോർത്തിലുള്ളത് നമുക്കറിയാം. പിന്നെ സൗത്ത് ഓഫ് അബൌട്ട് 22 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് ഇറ്റ് ബിഗിൻസ് ടു ടാപ്പർ ആൻഡ് എക്സ്റ്റെൻഡ്സ് ടുവേർഡ്സ് ഇന്ത്യൻ ഓഷ്യൻ. അതെ, സൗത്ത് ഈ 22 ഡിഗ്രീൻ്റെ അടിയിലോട്ട് നോർത്ത് ലാറ്റിറ്റ്യൂഡിലോട്ട് പോകുമ്പോൾ എന്താണ് നമ്മുടെ ബാക്കിയുള്ള മറ്റേ ലാൻഡ് ഏരിയ മൊത്തം സീയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് എക്സ്റ്റെൻഡ് ടുവേർഡ്സ് ഇന്ത്യൻ ഓഷ്യൻ ഡിവൈഡിങ് ഇറ്റ് ഇൻറ്റു 2 seas. അപ്പോൾ ഈ ഇന്ത്യൻ ഓഷ്യനിലൂടെ ഇറങ്ങിയിരിക്കുമ്പോൾ ഇത്രയും പോർഷനിൻ്റെ സീനുണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയാം ഇൻറ്റു 2 seas. ദ അറേബ്യൻ സീ ഓൺ ദ വെസ്റ്റ് ആൻഡ് ബേ ഓഫ് ബംഗാൾ ഇൻ ദി ഈസ്റ്റിലോട്ട് നമ്മുടെ ആ പോർഷൻ ഓഫ് ഇന്ത്യൻ സീനെ നമ്മൾ ബേ ഓഫ് ബംഗാൾ എന്ന് വിളിക്കും, വെസ്റ്റിലോട്ട് നമ്മൾ അറേബ്യൻ സീ എന്ന് വിളിക്കും. നൗ look at figure 1.3. Note that the latitude and longitude extends to mainland is about 30 degree. അവരെന്ത് ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പറഞ്ഞില്ലേ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പോയിന്റ് നമ്മൾ എടുത്തില്ലേ, ആ പോയിന്റ് ഏകദേശം ഒരു 30 ഡിഗ്രി തന്നെയാണ്. 30 ഡിഗ്രീൻ്റെ ഡിഫറൻസ് ആണ് ഈ 2 ഏരിയയിലും ഉണ്ടാവുക. പക്ഷെ നമുക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വെസ്റ്റിലോട്ട് ഈസ്റ്റ് ടു വെസ്റ്റ് ഉള്ളത് ചെറിയതാണെങ്കിലും രണ്ടും ഏകദേശം ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഫ്രം ഗുജറാത്ത് ടു അരുണാചൽ പ്രദേശ് ദർ ഈസ് എ ടൈം ലാഗ് ഓഫ് 2 hours. അപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഏറ്റവും വലിയൊരു കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് വാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതിൽ ടൈം ലാഗ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ആ ടൈം ലാഗ് എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒരു മണിയാണ് വെച്ചെങ്കിൽ ഇവിടെ ഒരു 2 മണി ആവാനാണ് ചാൻസ്. അപ്പോൾ അല്ല ഒരു 3 മണി ആവാൻ ചാൻസ്. കാരണം അതിൽ 2 മണിക്കൂറിന് ടൈം ലാഗ് ഉണ്ട്. കാരണം മറ്റേ ഭൂമി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സൺലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റും അതൊക്കെ ആയിട്ടാണ് ആ ടൈം ലാഗ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മുടെ ഒരു കൺട്രിയിൽ തന്നെ ടൈം ലാഗ് ഉണ്ടാവുക വെച്ചാൽ നമുക്കത് സ്റ്റാൻഡേർഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് മെറിഡിയൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ഇതാണ് നമ്മുടെ ആ ഒരു മറ്റേ ഓഫ് ഇന്ത്യ 82 ഡിഗ്രി 30 ഈസ്റ്റ് പാസിങ് ത്രൂ മിസാറാപൂർ ഇൻ ഉത്തർപ്രദേശ് പോകുന്ന ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് എടുത്തിരിക്കുന്നത്. ഫുൾ കൺട്രീനുള്ള സ്റ്റാൻഡേർഡ് ടൈം എടുത്തിരിക്കുന്നത് നമ്മൾ അതാണ്. The latitudinal extent influence the duration of day and night
ആസ് വൺ മൂവ്സ് ഫ്രം സൗത്ത് ടു നോർത്ത്. അറിയില്ലേ? അപ്പോൾ ഇവിടുന്ന് ലാറ്റിറ്റ്യൂഡിനുള്ള എക്സ്റ്റെൻഡ് ഉണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ അത് നമ്മുടെ എന്താ പറയുക ഡേ ആൻഡ് നൈറ്റിൻ്റെ ഡ്യൂറേഷൻ മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഡേ ആൻഡ് അത് കുറച്ചും കൂടി ലാറ്റിറ്റ്യൂഡിൽ എക്സ്റ്റെൻഡ് ഇൻഫ്ലുവൻസ് ഡ്യൂറേഷൻ ആസ് വൺ മൂവ്സ് ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ഈ ഒരു ഫിഗറിലാണ് നമുക്കറിയാം ഫസ്റ്റത്തെ ഏറ്റവും വലിയ കൺട്രി എന്ന് പറഞ്ഞാൽ റഷ്യ, പിന്നെ കാനഡ, പിന്നെ USA, പിന്നെ ചൈന, പിന്നെ ബ്രസീൽ, ഓസ്ട്രേലിയ, പിന്നെ സെവൻത്ത് ലാർജസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ. നെക്സ്റ്റ് നമ്മൾ ഇന്ത്യ ആൻഡ് ദ വേൾഡ്. അപ്പോൾ ഇന്ത്യൻ ലാൻഡ് മാസ് ഹാസ് എ സെൻട്രൽ ലൊക്കേഷൻ ബിറ്റ്വീൻ ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഏഷ്യ. നമുക്കറിയാം ഇതാണ് ഏഷ്യ. ഏഷ്യൻ്റെ ഈ ഹോൾ ലൊക്കേഷനിൽ ഏകദേശം ഒരു സെൻട്രൽ പൊസിഷനിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. ഇന്ത്യ ഈസ് എ സൗത്ത്വേർഡ് എക്സ്റ്റൻഷൻ ഓഫ് ദി ഏഷ്യൻ കോണ്ടിനെൻറ്റ്. ആ ഒരു നമുക്കറിയാം ഇന്ത്യൻ ഓഷ്യനിലോട്ട് ഇറങ്ങിയിരിക്കുന്ന കാരണം ഒരു സൗത്ത്വേർഡ് എക്സ്റ്റൻഷൻ തന്നെയാണ് ഇന്ത്യ. വിച്ച് ദ ട്രാൻസ് ഇന്ത്യൻ ഓഷ്യൻ റൂട്ട്സ് വിച്ച് കണക്ട് ദി കൺട്രീസ് ഓഫ് ദി യൂറോപ്പ് ഇൻ വെസ്റ്റ് ആൻഡ് കൺട്രീസ് ഓഫ് ഈസ്റ്റ് ഏഷ്യ provides a strategical central location to India. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മളിപ്പോഴും കപ്പലിലൂടെയാണല്ലോ ഫുള്ള് മെർച്ചൻഡീസും എല്ലാം കൊണ്ടുവരുന്നത്, ലോഡ്സും എല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഓഷ്യനിൽ ഇത്രയധികം കൂടുതൽ കോസ്റ്റ് ലൈൻ ഉള്ള കാരണം ഇതിലൊക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. അപ്പം എല്ലാ ട്രേഡിലും നമുക്ക് വളരെയധികം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Note that Deccan Peninsula protrude into the Indian Ocean. സെയിം തന്നെ പറയുന്നത്. Thus helping India to establish close contact with West Asia, Africa, Europe and West Coast with Southern East and East Asia from Eastern Coast. ഇപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ നമുക്ക് കുറേ കൺട്രിയായി ക്ലോസ് കോണ്ടാക്റ്റ് വരുത്താൻ ഈ ഒരു സെൻട്രൽ ലൊക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ഈസ്റ്റ് ഏഷ്യ ആയിട്ടും സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആയിട്ടും ആഫ്രിക്ക ആയിട്ടും യൂറോപ്പും ഒക്കെ ആയിട്ട് നമുക്ക് കോണ്ടാക്റ്റ് വരുത്താൻ കാരണങ്ങൾ. കാരണം ഇപ്പോൾ ഇവിടുന്ന് തന്നെ ഷിപ്പ് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഇന്ത്യയിലായിട്ട് കോണ്ടാക്റ്റ് കുറേ കോസ്റ്റ് ലൈൻസ് ഉണ്ടല്ലോ. നോ അതർ കൺട്രി ഹാസ് എ ലോങ് കോസ്റ്റ് ലൈൻ ഓൺ ദി ഇന്ത്യൻ ഓഷ്യൻ ആസ് ഇന്ത്യ. വേറൊരു കൺട്രിക്കും ഈ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്ടോ, ഇന്ത്യൻ ഓഷ്യനിൽ ഇത്രയും വലിയ കോസ്റ്റ് ലൈൻ ഇല്ല. അത് കാരണം തന്നെയാണ് ഇന്ത്യൻ ഓഷ്യന് പേര് വരാൻ കാരണം. പിന്നെ India's contacts with the world have continued through ages, but her relationship through the land routes are much older than her maritime contacts. അപ്പോൾ നമുക്കറിയാം പണ്ട് നമ്മൾ ഷിപ്പിലൂടെ പോകുന്നത് പോലെ ലാൻഡ് റൂട്ട്സും വളരെയധികം ഫേമസ് ആയിരുന്നു. സിൽക്ക് റൂട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതേമാതിരി അപ്പോൾ ഇന്ത്യൻ്റെ ലാൻഡ് റൂട്ട്സും വളരെയധികം ഓൾഡാണ് നമ്മുടെ മറ്റേ ഷിപ്പ് റൂട്ട്സ് മാതിരി. The various passes across the mountains in the north have provided passage of ancient travelers. പണ്ട് നമ്മൾ കുറേ ട്രാവലേഴ്സൊക്കെ നോർത്തിലുള്ള മൗണ്ടെയ്ൻസിലൂടെയാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. വൈ ഓഷ്യൻ റെസ്ട്രിക്റ്റഡ് സച്ച് ഇൻട്രാക്ഷൻസ് ഫോർ എ ലോങ് ടൈം. കുറേ കാലത്തേക്ക് നമുക്ക് ഓഷ്യനിലൂടെ പോകാനുള്ള ടെക്നോളജിയും പോകാനുള്ള ഷിപ്സും ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ മറ്റേ ലാൻഡ് റൂട്ട്സിലൂടെ തന്നെയാണ് നമ്മൾ ബാക്കി കൺട്രീസായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത്. These routes have contributed in the exchange of ideas, commodities since ancient times. ഈ റൂട്ട്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഐഡിയാസും നമ്മുടെ സാധനങ്ങളും നമ്മുടെ ട്രേഡിനും ഒക്കെ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് അറിയാനും എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല നമുക്ക് മൊബൈലും ഇതൊക്കെ ഉള്ളത്. പണ്ട് നമ്മൾ ആൾക്കാർ ഇന്ത്യയിലത്തെ ഒരു സംഭവം ഇവിടെ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതേ കൂടെ നടന്നു പോയി അവരുടെ വാക്കിൽ നിന്ന് കേട്ട് അങ്ങനെയാണ് നമ്മുടെ ഐഡിയാസൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. അതിനൊക്കെ ലാൻഡ് റൂട്ട്സ് വളരെയധികം നല്ലൊരു ഇത് പ്ലേ ചെയ്തിട്ടുണ്ട്. The ideas of Upanishads and the Ramayana, the stories of Panchatantra, the Indian numerals and decimal system thus could reach many parts of the world. അപ്പം നമ്മുടെ സയൻറ്റിഫിക് നോളജ്, നമ്മുടെ ന്യൂമറൽസും നമ്മുടെ ഡെസിമൽ സിസ്റ്റവും ഒക്കെ ബാക്കി ലോകം അറിഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡ് റൂട്ട്സിലൂടെയാണ്. On other hand, the influence of Greek sculpture and architectural styles of dome, minarets,
ഫ്രം വെസ്റ്റ് ഏഷ്യ ക്യാൻ ബി സീൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. അതേമാതിരി നമ്മുടെ ഐഡിയാസ് അങ്ങോട്ട് പോകുന്ന പോലെ അവരുടെ ഐഡിയാസ് നമ്മളിലോട്ടും വരുന്നുണ്ട്. അത് കാരണമാണ് ഈ ഗ്രീക്ക് സ്റ്റൈലിലുള്ള മറ്റേ കൊത്തുപണികളൊക്കെ നമ്മുടെ കൺട്രിയിലും ചില സ്ഥലത്തൊക്കെ കണ്ടുവരുന്നുണ്ട്. പിന്നെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യസ് നെയ്ബേഴ്സ്. India occupies an important strategical position in the southern Asia. India has 28 states and 8 union territories. ഇതിപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് തെറ്റായ ഇൻഫർമേഷൻ ആണ്. കാരണം നമ്മുടെ കാശ്മീരിൻ്റെ അവിടെ ഇഷ്യൂ വന്നപ്പോൾ കാശ്മീരിന് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ അവിടെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് അവർ പ്രഖ്യാപിച്ചു. ഇപ്പോൾ 29 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരാൻ കാരണം നമ്മൾ എന്താ പറയുക, തെലങ്കാന ഉണ്ടായപ്പോഴാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് മുന്നേ തെലങ്കാന ഉണ്ടായി. അപ്പോൾ ജമ്മു കാശ്മീർ ഒരു സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ 29 സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ജമ്മു കാശ്മീരിന് ഒരു യൂണിയൻ ടെറിട്ടറി ആക്കിയപ്പോൾ അത് 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസും ആയി. ഇന്ത്യ ഷെയർസ് ഇറ്റ്സ് ബൗണ്ടറീസ്. ഇനി നമ്മൾ ഇന്ത്യ ആരൊക്കെ ആയിട്ട് ബൗണ്ടറീസ് ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ പാകിസ്ഥാനായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ കുറച്ച് ആയിരിക്കും ഇന്ത്യ അഫ്ഗാനിസ്ഥാനായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് പോർഷൻ ഉണ്ട് ഇവിടെ ഒരു കുനിപ്പ്, അതാണ് ഇന്ത്യ അഫ്ഗാനായിട്ട് ഷെയർ ചെയ്യുന്ന ബൗണ്ടറി. പിന്നെ ഇന്ത്യ ചൈനയായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ഇന്ത്യ നേപ്പാളായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്, ഭൂട്ടാനായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്, മ്യാൻമറായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്, ബംഗ്ലാദേശായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലാൻഡിൽ നമ്മൾ എന്താ പറയുക, ലാൻഡ് ബൗണ്ടറീസിൽ നമ്മൾ നോർത്തിലൊക്കെ ഷെയർ ചെയ്യുന്ന കൺട്രീസ്, ബൗണ്ടറി ഷെയർ ചെയ്യുന്ന കൺട്രീസ്. ഇനി നമ്മുടെ സൗത്തിൽ നമ്മൾ കുറച്ച് കൺട്രീസായിട്ട് നമ്മൾ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറേബ്യൻ സീയിൽ നമ്മുടെ മാൽദീവ്സ് ഉണ്ട്. മാൽദീവ്സിനായിട്ട് നമ്മൾ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട് സൗത്തിൽ. അതേമാതിരി ശ്രീലങ്ക വേറൊരു കൺട്രിയാണ്, ശ്രീലങ്കയായിട്ട് നമ്മൾ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഐലൻഡ് കൺട്രീസാണ്. അതുമാതിരി നമ്മൾ ശ്രീലങ്കയും ഇന്ത്യയും വെച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് രണ്ടുപേരും വളരെയധികം ഒരു നാരോ ആയിട്ടുള്ള ഒരു സീ ചാനൽ, ഒരു സീൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കുന്നത്. ആ ഒരു സീ ചാനലിനെയാണ് നമ്മൾ പറയുന്നത് പാക് സ്ട്രെയിറ്റ് ഓർ ഗൾഫ് ഓഫ് മ്യാൻമർ. ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഒരു രണ്ട് വലിയ ലാൻഡ് മാസ് കാരണം ഞാൻ പറയാം, a narrow passage of water connecting two seas or other larger areas of water. ഈ രണ്ട് ലാൻഡ് മാസ് നമ്മുടെ ഈ സീനെ ഹാഫ് ആക്കുകയാണ്. പക്ഷെ അതിലൂടെ ഒരു ചെറിയ പാസേജ് ഓഫ് വെള്ളമാണ് ഈ രണ്ട് സീസിനെ കണക്ട് ചെയ്യുന്നത്. അതിനാണ് പറയുക നമ്മൾ സ്ട്രെയിറ്റ് എന്ന്. അപ്പോൾ ഈ ഇവിടെ ഒരു പാക് സ്ട്രെയിറ്റും ഗൾഫ് ഓഫ് മ്യാൻമറും ഉണ്ടായിട്ടുണ്ട്, ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ. While Maldives is situated south of the Lakshadweep Islands. നമുക്കറിയാം ലക്ഷദ്വീപിൻ്റെ സൗത്തിലായിട്ടാണ് മാൽദീവ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. India has had strong geographical and historical links with her neighbors. Look at the physical map of Asia in your atlas and note how India stands apart from the rest of the Asia. So ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കാണാം. ഓക്കെ, താങ്ക് യു.